നമസ്തേ, ഞാൻ ഡോക്ടർ ധീരജ്. നമ്മളിന്ന് സംസാരിക്കുന്നത് നരസിംഹ രസായനത്തെക്കുറിച്ചാണ്. ഈ രസായനം എന്ന് പറയുന്നത് ആയുർവേദത്തിലുള്ള ഒരു കൺസെപ്റ്റാണ്. അതായത് പ്രായമാകുമ്പോൾ നമുക്കുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. ഇപ്പം എല്ലുകളുടെ ബലം കുറയുക, ക്ഷീണം തോന്നുക, ഓർമ്മക്കുറവ്, മുടി കൊഴിച്ചിൽ, പിന്നെ മുടി പെട്ടെന്ന് നരയ്ക്കുക, കാഴ്ചക്കുറവ്, ഇതുപോലുള്ള ധാരാളം ആരോഗ്യ പ്രശ്നങ്ങളെ നമുക്ക് പ്രതിരോധിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ചികിത്സകളെയും ഉപയോഗിക്കുന്ന മരുന്നുകളെയും ഒക്കെയാണ് ഈ രസായനം എന്ന് പറയുന്ന ഒരു ഗണത്തിൽപ്പെടുത്തുന്നത്. അപ്പോൾ അഷ്ടാംഗ ഹൃദയത്തിലെ രസായന ചികിത്സയിൽ പറയുന്നൊരു യോഗമാണ് ഈ നരസിംഹ രസായനം എന്ന് പറയുന്നത്. അതിൽ ത്രിഫല കഷായമുണ്ട്, കൺമദം, അതുപോലെ പാല്, നെയ്യ്, ചേർക്കുരു, അതുപോലെ തന്നെ നമ്മുടെ കൊടുവേലി, ഇതുപോലുള്ള ഇൻഗ്രീഡിയൻസ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ്. നമുക്ക് നരസിംഹ രസായനം മുടി കൊഴിച്ചിലിന് വളരെ നല്ലതാണ്. മുടി കൊഴിച്ചിൽ കുറയുന്നതിന്, അതുപോലെ തന്നെ പെട്ടെന്ന് നര ഉണ്ടാകുന്നതിന്, കുറയ്ക്കുന്നതിന് വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ രോഗപ്രതിരോധ ശക്തി, ഇപ്പോൾ കോവിഡൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ആളുകൾ ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. നമ്മുടെ പ്രതിരോധ ശക്തിയൊക്കെ ഒന്ന് കൂട്ടുന്നതിന് വേണ്ടി വളരെ നല്ലതാണ് നരസിംഹ രസായനം കഴിക്കുന്നത്. പിന്നെ മീഡിയം എന്നാണ് പറയുക നരസിംഹ രസായനം. അതായത് നമ്മളുടെ ഓർമ്മശക്തിയൊക്കെ ഒന്ന് കൂട്ടുന്നതിനും ബ്രെയിനിൻ്റെ ഫങ്ഷനൊക്കെ ഒന്ന് ആക്റ്റീവ് ആകുന്നതിനും വളരെ നല്ലതാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ, സെൻസറി ഓർഗൻസ് എല്ലാം കുറച്ചുകൂടി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതിന്, പ്രത്യേകിച്ച് നമ്മുടെ കാഴ്ചയൊക്കെ കുറച്ചുകൂടി കൂടുന്നതിന് വളരെ നന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. നമ്മൾ ആയുർവേദ ചികിത്സയൊക്കെ ചെയ്തതിന് ശേഷം രോഗികൾക്ക് പലപ്പോഴും ഇതുപോലുള്ള രസായനങ്ങൾ കൊടുത്തു വിടാറുണ്ട്. പ്രത്യേകിച്ച് പഞ്ചകർമ്മ ചികിത്സ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾക്ക് ചികിത്സയിനൊക്കെ ചെയ്തതിന് ശേഷം ഇതുപോലുള്ള മരുന്നുകൾ ഒരു 2 മാസത്തേക്കൊക്കെ 3 മാസത്തേക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് കൊടുത്തു വിടാറുണ്ട്. നമ്മൾ രസായനം എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഒരു ആരോഗ്യ പരിപാലനത്തിന് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഒരു ടീസ്പൂൺ തൊട്ട് ഒരു ടേബിൾ സ്പൂൺ വരെയൊക്കെ രാത്രിയിൽ കഴിച്ചിട്ട് കിടക്കുക, അതിനോടൊപ്പം പാൽ കുടിക്കുക, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പലപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളെപ്പോഴും ഇതുപോലുള്ളൊരു മരുന്ന് എന്ത് ഉപയോഗത്തിനാണെങ്കിലും കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം, ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടതിന് ശേഷം ഉപയോഗിക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ചേർക്കുരു, ബെല്ലാതകം പോലുള്ള മരുന്നുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഗർഭിണികളിൽ ഉപയോഗിക്കുന്നതിനും കുട്ടികളിലൊക്കെ ഉപയോഗിക്കുന്നതിനും ചില നിയന്ത്രണങ്ങളുണ്ട്. അപ്പോൾ എപ്പോഴും ഡോക്ടറെ കണ്ടിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ ഇതൊക്കെയാണ് നരസിംഹ രസായനത്തെക്കുറിച്ച് പറയാനുള്ളത്.